നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നാളെ അത്തം, നാടും നഗരവും ഓണത്തിരക്കിലേക്ക്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷണം. 2 പേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടും പടിയത്തിന് നിറവും മണവും ചേർത്തി ചെണ്ടുമല്ലി വിളവെടുപ്പ്. അധ്യാപക മാലാഖമാരെ ചേർത്ത് പിടിച്ച് വിദ്യാലയം. സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്ക് ആദരം. തിരൂർ റോഡ് വീതി കൂട്ടാൻ തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി സ്ഥലം വിട്ടുനൽകി. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ 12 വയസ്സുകാരൻ കടലിൽ മുങ്ങി മരിച്ചു. വിശദമായ വാർത്തകൾ. നാളെ അത്തം, നാടും നഗരവും ഓണത്തിരക്കിലേക്ക്. തിരൂർ നഗരത്തിലും ഗ്രാമീണ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലും ഇതിനകം തിരക്കേറി. ഇന്ന് രാവിലെ മുതൽ പൂവിപണി തുടങ്ങി. ഇക്കുറിയും പൂവിന് നല്ല വിലയാണ്. ചെമന്ന ചെണ്ടുമല്ലി, മഞ്ഞ ചെണ്ടുമല്ലി എന്നിവയ്ക്ക് വിലക്കയറ്റം അധികമില്ല. 50-60 രൂപ വരെയാണ് കിലോ വില. ബാംഗ്ലൂർ, ഗുണ്ടൽപേട്ട, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് പൂക്കൾ തിരൂരിലെത്തുന്നത്. അത്തം പിറക്കുന്നതോടെ തിരൂരിൽ പൂവിപണി സജീവമാവുകയാണ്. 30 വർഷത്തിലേറെയായി പൂക്കച്ചവടം നടത്തിവരുന്ന തിരൂർ ബഷീർ ഇത്തവണയും സജീവമായി രംഗത്തുണ്ട്. മഞ്ഞ, ചുവപ്പ് ചെണ്ടുമല്ലികൾ ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് എത്തുന്നത്. അരളിപ്പൂവ് പൊള്ളാച്ചിയിൽ നിന്നും, റോസ് പൂക്കളും ജമന്തിപ്പൂക്കളും ബാംഗ്ലൂരിൽ നിന്നുമാണ് എത്തുന്നത്. ഇതിപ്പോ 1 കിലോ 60 റുപ്യാണ്. ഇതൊരു കിലോ 50 റുപ്യാണ്. റോസ് 1 കിലോ 200 റുപ്യാണ്. റോസ് പൂവ്, ജമന്തി, വെള്ള ജമന്തി 200 റുപ്യാണ് കിലോന്. ഇന്നത്തെ റേറ്റ്. ഇപ്പോൾ ഈ മത്സരം കൂടുമ്പോൾ ചിലപ്പോൾ മത്സരം ഉണ്ടെങ്കിൽ സർക്കാർ ഒരു മത്സരം ഉണ്ടെങ്കിൽ റേറ്റ് കൂടും. അവർ അവിടെ കൂട്ടും, റേറ്റ് കൂട്ടും. കാരണം കാലാകാലം തമിഴ്നാട്ടിലും കർണാടകയിലും എപ്പോഴും പൂജല്ല. അവിടെ പൂവ് എപ്പോഴും റേറ്റ് പോകും. പക്ഷെ നമ്മളെ കേരളത്തിൽ ഓണത്തിൽ മാത്രമല്ല നമ്മൾ പൂവടക്കല്. നമുക്ക് ഇവിടെ കേരളത്തിൽ നമ്മുടെ കൃഷിയില്ല. ആർപ്പൂജ കൃഷി ആകെ ചെയ്യുന്ന കൃഷി ആരാണ് നമ്മൾ ചെയ്യുന്നത്? ഈ 2 പൂവാണ്. നമ്മളെ കേരളക്കാർ ചെയ്യുന്നത് 2 കൃഷിയാണിത്. ഈ 2 പൂവ് ധാരാളം പറ്റില്ല. ഇതൊക്കെ വരുന്ന എവിടെയാണ്? ഒക്കെ ഒസൂർ, തമിഴ്നാട്ടിൽ, കർണാടക. അവർക്ക് സ്ഥിര കൃഷിയാണ് അവരുടെ കൃഷിയാണിത്. നമ്മുടെ നാട്ടുകാർ ചെയ്യുമ്പോൾ പഞ്ചായത്ത് ഉണ്ട്. ഒരുപാട് പഞ്ചായത്ത് നടത്തുന്നുണ്ട്. 2 പൂവ് മാത്രം. മറ്റേ പൂവൊന്നും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റൂല. കഴിഞ്ഞ വർഷത്തെ കച്ചവടമൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം കുഴപ്പമില്ല. മഞ്ഞ ചെണ്ടുമല്ലിക്ക് 60 രൂപയും ചുവപ്പിന് 50 രൂപയും ജമന്തിക്ക് 200 രൂപയും റോസ് പൂക്കൾക്ക് 250, വാടർമല്ലിക്ക് 80 രൂപയും ആസ്ട്ര അരളിപ്പൂക്കൾക്ക് 400-200 കിലോ വില. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാട്ടിൻപുറങ്ങളിൽ ഇത്തവണ വ്യാപകമായി പൂക്കൃഷി ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെയും കുടുംബശ്രീകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണിത്. വെട്ടന്യൂസ്, തിരൂർ.
പൊന്നാനിയിൽ പുഴമ്പ്രത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും ഡീസൽ മോഷണം നടത്തിയ കേസിൽ പാലക്കാട് ജില്ലയിലെ തൃത്താല കൂടല്ലൂർ കാടംകുളത്തിൽ ഹനീഫയുടെ മകൻ മുസ്തഫ, കുമ്പിടി സ്വദേശി മുഫീദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത്, SI അരുൺ, RU സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ, രഞ്ജിത്ത് RJ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പിടികൂടിയത്. വാടകയ്ക്കെടുത്ത കാറിൽ സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നുമാണ് ഡീസൽ മോഷണം നടത്തിയത്. മുസ്തഫ പൊന്നാനി, കാടാമ്പുഴ, മലപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ചന്ദനമോഷണ കേസിലും പ്രതിയായിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണങ്ങളാണ് കേസിൽ വഴിത്തിരിവായത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ് പൊന്നാനി. വെട്ടം പടിയത്തിന് നിറവും മണവും ചാർത്തി ചെണ്ടുമല്ലി വിളവെടുപ്പ്. പടിയം പൂപ്പാടത്താണ് ചെണ്ടുമല്ലി സുഗന്ധം പകർന്ന് വിരിഞ്ഞു നിൽക്കുന്നത്. പടിയത്തെ 9 പേരടങ്ങുന്ന സംഘമാണ് പൂക്കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. വെട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് എതിർവശത്താണ് ഈ തോട്ടം. 9 യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ജൂൺ 1-നാണ് കൃഷി ആരംഭിച്ചത്. സ്ഥലത്താണ് കൃഷി. വിളവെടുത്ത് ഒരു പ്രദേശത്ത് തന്നെ വിപണനം ചെയ്യാനാണ് തീരുമാനം. ഞങ്ങൾ പടിയത്തെ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾ പൂക്കൃഷി ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി പൂക്കൃഷി നല്ല വിപുലമായ രീതിയിൽ തന്നെ നടത്തിയിരുന്നു. അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് ഈ പൂക്കൃഷി, അതുമായിട്ട് ബന്ധപ്പെട്ടത് ഒക്കെ ആയിട്ട്. ഇത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് സബ്സിഡിയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നേ വരെ. ഞങ്ങൾ കൂട്ടായ്മ പ്രവർത്തകർ കുറച്ച് ആൾക്കാർ കയ്യിൽ നിന്ന് സാമ്പത്തികം എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഇത് ഓണത്തിനോടനുബന്ധിച്ചിട്ട് അത്തത്തിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ വിപണനം ചെയ്യപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ കൂട്ടായ്മ പ്രവർത്തകർ ഇത് മാത്രമല്ല ചെയ്യണം. ഞങ്ങളെ സംഘടനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചാരിറ്റി ആയിട്ട് ചെറിയ ചാരിറ്റി ആയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. പിന്നെ സോപ്പ് നിർമ്മാണം, ഈ സോപ്പ് നിർമ്മാണത്തിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യം വരെ നമ്മളെ വയനാട് ദുരന്തം നടന്ന പ്രദേശത്തേക്ക് ഞങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേമാതിരി ചെറിയ മരണ വീട്ടിലേക്ക് ചെറിയ സഹായങ്ങൾ അവർക്ക് വേണ്ട പിന്നെ അവിടേക്ക് വേണ്ട സാമഗ്രികളൊക്കെ ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് പടിയം കൂട്ടായ്മ. ഇത് 2ാം വർഷമാണ് കൃഷി നടത്തുന്നത്. തുടർ വർഷങ്ങളിലും പൂക്കൃഷി നടത്തുമെന്നാണ് കൂട്ടായ്മ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, വെട്ടം. അധ്യാപനത്തിൽ മാലാഖമാരായ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരെ അധ്യാപക ദിനത്തിൽ ചേർത്ത് നിർത്തി വിദ്യാലയം. പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് വെട്ടം ശാന്തി സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരെ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചത്. ശാരീരിക പ്രയാസവും മാനസിക വെല്ലുവിളിയും നേരിടുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അറിവിന്റെ വിളക്ക് കൊളുത്തുന്നതോടൊപ്പം അവരുടെ വേദനയ്ക്കും പ്രയാസങ്ങൾക്കും വാത്സല്യത്തിന്റെ കരുതലാവുന്ന അമ്മമാരാണ് സ്പെഷ്യൽ അധ്യാപകർ. അധ്യാപക ദിനത്തിൽ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെ സേവന മഹത്വം അറിയാനും അധ്യാപന വഴികളിൽ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെ അനുഭവങ്ങൾ അറിയാനും ആദരം എന്ന പരിപാടി കൊണ്ട് സാധിച്ചു. വെട്ടം ബാലകൃഷ്ണൻ മാസ്റ്റർ, ശാന്തി സ്പെഷ്യൽ സ്കൂൾ പ്രഥമ അധ്യാപിക ശ്രീലത ചട്ടിക്കൽ, അധ്യാപകരായ T വസന്തകുമാരി, RK സരളകുമാരി, T ജിജാബായി, P മഞ്ജുള, K രമ്യ, V നിഷ എന്നിവരെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആദരിച്ചത്. സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശാന്തി സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്ക് ആദരമൊരുക്കിയത്. ശേഷം വിദ്യാർത്ഥികൾ അധ്യാപകരുമായി സംവദിക്കുകയുണ്ടായി. അധ്യാപനത്തിലെ അനുഭവങ്ങളും ശാന്തി സ്പെഷ്യൽ സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളും അധ്യാപകർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. പ്രഥമ അധ്യാപകൻ T മുനീർ, റസാഖ് പാലോളി, ശാന്തി സ്പെഷ്യൽ സ്കൂൾ കൺവീനർ കൃഷ്ണൻ കറുകയിൽ, ഹമീദ് പാറയിൽ, ഫാത്തിമ സൈദ, ഹസീന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, പറവണ. തിരൂർ റോഡ് വീതി കൂട്ടാൻ തിരൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി സ്ഥലം വിട്ടു നൽകി. തിരൂർ സിറ്റി ജംഗ്ഷൻ അമ്പലക്കുളങ്ങര റോഡ് വീതി കൂട്ടാനാണ് ബാങ്കിന്റെ സിറ്റി ജംഗ്ഷനിലെ 1/2 സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകിയത്.
സമ്മതപത്രം ബാങ്ക് ചെയർമാൻ ഇ ജയൻ നഗരസഭാ അധ്യക്ഷ എ പി നസീമയ്ക്ക് കൈമാറി. ബാങ്ക് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനേശ് പൂക്കേൽ, ബാങ്ക് എംഡിയും സിഇഒയുമായ കെ പി സുരേഷ്, നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ അബ്ദുൽ സലാം, ഓവർസിയർ നിസാർ, കരാറുകാരൻ തൊട്ടിയാട്ടിൽ ബാലൻ, എഞ്ചിനീയർ സഫീർ എന്നിവർ പങ്കെടുത്തു. റോഡിന്റെ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ടാണ് അർബൻ ബാങ്കിന്റെ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇത് സഹകരണ വകുപ്പിന്റെ അനുമതിയോട് കൂടിയേ നമുക്ക് ഈ ഭൂമി കൈമാറ്റം നടക്കുള്ളൂ. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർക്ക് നമ്മൾ എഴുതിയിരുന്നു. അദ്ദേഹം തത്വത്തിൽ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. ആ അനുമതി വെച്ച് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത, ബാങ്കിന് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വരുന്ന സ്ഥലം, ഏതാണ്ട് 1 മീറ്ററും കുറച്ച് സ്ഥലം കൂടി നമ്മൾ ഇവർക്ക് വിട്ടുകൊടുക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. അതിന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ബന്ധപ്പെട്ട കൗൺസിലർ, ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ്, നമ്മുടെ സിഇഒ എല്ലാവരും ഇവിടെ ഉണ്ട്, ദിനേശ് വൈസ് ചെയർമാൻ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ അതിൻ്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഉള്ള സമയത്ത് തന്നെ ഇതിൻ്റെ മതിൽ പൊളിച്ച് മാറ്റി ഈ സ്ഥലം ആവശ്യമായ മുനിസിപ്പാലിറ്റി പറഞ്ഞതും ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നതുമായ സ്ഥലം ഞങ്ങൾ വിട്ടു നൽകാനാണ് ബോർഡും ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. കാരണം ഇടുങ്ങിയ വഴികളാണ് നമ്മളെ പ്രദേശത്തൊക്കെ ഉള്ളത്. അപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാനും ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിക്കകത്ത് നടക്കാനുള്ളതാണ്. അപ്പോൾ കൂടുതൽ സാധ്യതകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആരായേണ്ടതുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകാൻ നല്ല ചരിത്ര പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ് തിരൂർ. വെട്ടം ന്യൂസ്, തിരൂർ. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ 12 വയസ്സുകാരൻ കടലിൽ മുങ്ങി മരിച്ചു. കൂട്ടായി കോതപ്പറമ്പ് അഹമ്മദ് കടവത്ത് സിറാജിന്റെയും മുർഷിദയുടെയും മകൻ മുഹമ്മദ് അബിൻ റോഷനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6ഓടെയായിരുന്നു അപകടം. കോതപ്പറമ്പിൽ കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങിയ റോഷൻ തിരയിൽപ്പെടുകയായിരുന്നു. വാടിക്കൽ PKTPM സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൂട്ടായി റാത്തീബ് പള്ളിയിൽ ഇന്ന് ഖബറടക്കും. വെട്ടം ന്യൂസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.